ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നൊരു പയർ കറിയാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നതൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണുക. അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് ആദ്യം പയർ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനെ വൻ പയറെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പയറൊന്ന് കുക്കറിലിടുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അത് 3-4 വിസിൽ കഴിയുമ്പോൾ തന്നെ വേകും. അപ്പോൾ നമുക്കത് വേവിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് 2-3 ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഒരു ഹാഫ് തക്കാളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ ഒരു പച്ചമുളക്. അപ്പോൾ ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഒരുപാട് ഇതാക്കണ്ട, ചതച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ ചതച്ചെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ കടുക് നന്നായിട്ട് എല്ലാ കടുകും പൊട്ടിക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില പൊട്ടുമ്പോഴത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒരു പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പയറിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് നമുക്കിതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ തക്കാളി നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ തക്കാളി ചേർത്ത് കൊടുത്തു. അപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി, അതായത് എരിവിനനുസരിച്ചുള്ള കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് മസാല ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിക്കുക. അപ്പം അതിൻ്റെ പച്ചമുളക് മാറുന്നവരൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ പയർ നമുക്ക് 2 രീതിയിൽ വെക്കാം. നല്ല ഡ്രൈ ആയിട്ടും വയ്ക്കാം, പിന്നെ കറിയായിട്ടും വയ്ക്കാം. ഞാനിവിടെ കറിയായിട്ടാണ് വെക്കുന്നത്. നല്ല ഡ്രൈ ആക്കി വെക്കുന്നവരും ഉണ്ട്. ഞാൻ ഇവിടെ ഡ്രൈ ആക്കി വയ്ക്കാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കറിയാക്കിയാണ് വയ്ക്കുന്നത്. അപ്പം ഞാൻ വേവിച്ച് പയർ ഇട്ട് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് തിള വരണവരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് അപ്പോൾ തിളയൊക്കെ വന്ന് നന്നായിട്ട് ആ ഒരു എണ്ണയൊക്കെ ഫ്രണ്ടിൽ തെളിയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം മറ്റൊരു വീഡിയോ വരുന്നവരെ ഓക്കെ, ബൈ.